ലോകം നേരിടുന്ന മുഖ്യ പാരിസ്ഥിതിക ഭീഷണികളിലൊന്നാണ് ജൈവ അധിനിവേശം. കേരളവും ആ ഭീഷണിയിൽ നിന്ന് മുക്തമല്ല. നമ്മുടെ ജൈവ വൈവിധ്യത്തിനും കൃഷിക്കും ആരോഗ്യത്തിനും ഭീഷണിയായി ഒട്ടേറെ വൈദേശിക ജീവികളും സസ്യയിനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ നാടിന് വൻ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചില സസ്യങ്ങളെ പരിചയപ്പെടാം. കുളങ്ങൾ, വയലുകൾ, ജലാശയങ്ങൾ, ചതുപ്പുകൾ തുടങ്ങിയ ഇടങ്ങളിൽ വളരെ വേഗം പടർന്നു വ്യാപിക്കുന്ന ജലസസ്യമാണിത്. കേരളം പോലുള്ള പ്രദേശങ്ങളിൽ കൃഷിക്കും ജൈവ വൈവിധ്യത്തിനും കടുത്ത ഭീഷണിയാണ് ആഫ്രിക്കൻ പായൽ. ജലോപരിതലത്തിൽ തിങ്ങിക്കൂടി വളരുന്നതിനാലും സൂര്യപ്രകാശം തടയുന്നതിനാലും വെള്ളത്തിലുള്ള ജലസസ്യങ്ങൾക്കും മത്സ്യങ്ങൾക്കും സൂക്ഷ്മജീവികൾക്കും കടുത്ത ഭീഷണിയാണ് ഈ സസ്യം. പേര് ആഫ്രിക്കൻ പായൽ എന്നാണെങ്കിലും ഇതിൻ്റെ സ്വദേശം തെക്കുകിഴക്കൻ ബ്രസീലും വടക്കൻ അർജന്റീനയുമാണ്. പന്നൽ കുടുംബാംഗമായ ഈ ജലസസ്യം വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് വളരുന്നു. 2 തരത്തിലുള്ള വേരുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇവയുടെ ഇലകൾ കാണ്ഡത്തിന് അഭിമുഖമായിട്ടാണ് നിലനിൽക്കുന്നത്. കായൽ പ്രദേശങ്ങളിൽ അതിവേഗം വളർന്ന് കൊതുകിന് കൂത്താടി കെട്ടാൻ ഇടയാക്കുന്നു. ഇവയുടെ അഴിക്കൽ യൂട്രോഫിക്കേഷൻ എന്ന ജലമലിനീകരണത്തിനും ജലത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുന്നതിനും ജലജീവികളുടെ ആവാസത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതിനും കാരണമാകുന്നു. അലങ്കാര സസ്യമെന്ന നിലയ്ക്ക് നഴ്സറികളിൽ വളർത്തി വിൽക്കാനും ബൊട്ടാണിക്കൽ ഗാർഡനുകളിലും സൂക്ഷിക്കാനുമൊക്കെയാണ് ഏഷ്യയിലും ആഫ്രിക്കയിലുമൊക്കെ ആഫ്രിക്കൻ പായൽ കൊണ്ടുവന്നത്. പക്ഷേ അതൊടുവിൽ വലിയൊരു പ്രശ്നമായി മാറുകയായിരുന്നു. കേരളത്തിലും ഭീഷണി സൃഷ്ടിക്കുന്ന മറ്റൊരു അധിനിവേശ സസ്യമാണിത്. വളരെ വേഗത്തിൽ വളർന്നു പെരുകി മറ്റ് സസ്യങ്ങൾക്ക് വളരാൻ കഴിയാത്ത സാഹചര്യമൊരുക്കുന്ന കളയാണ് പാണ്ടിത്തൊട്ടാവാടി അഥവാ ആനത്തൊട്ടാവാടി. രണ്ടു മീറ്ററോളം പൊക്കത്തിൽ വളരുന്ന ഈ സസ്യത്തിൻ്റെ സ്വദേശം ബ്രസീലാണ്. നാഷണൽ പാർക്കുകളിലും വന്യജീവി സങ്കേതങ്ങളിലും സ്വാഭാവിക വനമേഖലകളിലും വളർന്നു പരക്കുന്ന ഈ കള പ്രാദേശിക സസ്യ ഇനങ്ങൾക്കും ജൈവ വൈവിധ്യത്തിനും കടുത്ത ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ബ്രസീലിൽ നിന്നും ഇവിടെ എത്തിയ ഈ കളച്ചെടിയുടെ വ്യാപനം വളരെ വേഗത്തിലാണ്. ഈ ചെടിയുടെ മുള്ളുകളേറ്റാൽ സഹിക്കാനാകാത്ത വേദനയാണ്. രണ്ടു മീറ്റർ വരെ ഉയരത്തിൽ വളരാനുള്ള ഈ സസ്യത്തിൻ്റെ വലുതും കൂർത്തതുമായ മുള്ളുകൾ ഒരു പ്രതിരോധമെന്നോണം ചെടിയെ സംരക്ഷിക്കുന്നു. മറ്റു ചെടികൾക്ക് വളരാൻ തടസ്സം ചെയ്യുന്ന വിധം കായ്തടിയിൽ പറ്റിച്ചേർന്ന് പടർന്നു വളരുന്ന പതിവുണ്ട്. ലോകത്തെ മാരകമായ കളസസ്യങ്ങളിൽ ഒന്നായ ഈ പടർപ്പു ചെടിയുടെ വിത്തുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. വിപരീത ക്രമത്തിലുള്ള ഇലകൾ, ഹൃദയാകൃതിയിലുള്ള പത്രപാളികളും തിളക്കമാർന്ന പച്ച നിറവും ഉള്ളതാണ്. പൂക്കൾക്ക് വെളുത്ത നിറമാണ്. ഇവയുടെ ശരീരത്തിൽ നിന്നും പുറത്തുവരുന്ന രാസഘടകങ്ങൾ മറ്റു സസ്യങ്ങളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു.
വളക്കൂറും ഈർപ്പവും ജൈവാവശിഷ്ടവുമുള്ള മണ്ണിൽ ഭ്രാന്തമായ രീതിയിൽ വളർന്നു പടരുന്ന സസ്യമാണിത്. കൃഷിയിടങ്ങളിലും കാടുകളിലും വെളിം പ്രദേശങ്ങളിലുമൊക്കെ വേഗം വ്യാപിക്കുന്ന ഈ വിദേശ സസ്യം കേരളത്തിലെ ജൈവ വൈവിധ്യത്തിനും കൃഷിക്കും ഭീഷണിയായിട്ടുള്ള സസ്യജാതിയാണ്. കാറ്റിലൂടെയും വസ്ത്രങ്ങളിലൂടെയും മറ്റും പറ്റിപ്പിടിച്ചും വിത്തുവിതരണം നടത്തുന്ന ഈ സസ്യം പല രാജ്യങ്ങളിലും വളരെ പ്രശ്നക്കാരിയായ കളയാണ്. തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയുമാണ് ഈ കളയുടെ ജന്മദേശം. ജലാശയങ്ങളിലും നീർപ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഏറ്റവും പ്രശ്നക്കാരിയായ അധിനിവേശ സസ്യങ്ങളിലൊന്നാണ് കുളവാഴ. തിളക്കമാർന്ന പച്ച ഇലകളും പരന്ന് മാർദ്ദവമാർന്ന തണ്ടുകളും ഒത്തുചേർന്ന ഒരു ജലസസ്യമാണ്. നാരുവേരു പടലത്തിൻ്റെ സഹായത്തോടെ ജലോപരിതലത്തിൽ തങ്ങി നിൽക്കാറുള്ള ചെടിയുടെ പൂങ്കുലകൾ അതിമനോഹരമാണ്. ഇളം നീലപ്പൂക്കളുള്ള ദളങ്ങൾ അടിയിലായി ചെറുകുഴല് പോലെ ചേർന്നിരിക്കുന്നു. ഇവ ക്രമാതീതമായി വളർന്ന് ജലഗതാഗതത്തിനും ജലസേചനത്തിനുമൊക്കെ തടസ്സമാകും. ഈ നീർക്കള വളരുന്ന സ്ഥലത്ത് നീന്തലും മത്സ്യബന്ധനവും അസാധ്യമാകുന്നു. വെള്ളത്തിലേക്ക് സൂര്യപ്രകാശം കടത്തിവിടാത്തതിനാൽ വെള്ളത്തിനടിയിലെ ജീവജാലങ്ങൾക്ക് കുളവാഴ ഭീഷണിയാകുന്നു. ഇത് ജലത്തിലെ ഓക്സിജന്റെ സാന്നിധ്യം കുറയ്ക്കുകയും കൊതുക് ഉൾപ്പെടെയുള്ള നിരവധി കീടങ്ങൾക്ക് താവളമൊരുക്കുകയും ചെയ്യുന്നു. വേഗം വളർന്നു വ്യാപിക്കുന്ന ഈ കള മനോഹരമായി പുഷ്പിക്കുന്ന സസ്യമാണ്. അതിനാൽ കുളങ്ങളിലും മറ്റും അലങ്കാര സസ്യമായി വളർത്താൻ മനുഷ്യൻ തന്നെ മിക്കയിടത്തും എത്തിച്ചതാണ്. ഈ സസ്യത്തെ വെറും 12 ദിനം കൊണ്ട് ഇരട്ടി പ്രദേശത്ത് വ്യാപിപ്പിക്കുവാൻ ശേഷിയുണ്ട്. തെക്കേ അമേരിക്കയിലെ ആമസോൺ പ്രദേശമാണ് കുളവാഴയുടെ സ്വദേശം. 5 ഭൂഖണ്ഡങ്ങളിലായി 50 രാജ്യങ്ങളിൽ ഈ കള ഇന്ന് പ്രശ്നം സൃഷ്ടിക്കുന്നു.